ഹലോ, അപ്പോൾ ഈ കാണുന്ന മോട്ടോർ സൈക്കിളാണ് കഴിഞ്ഞ ദിവസം റോയൽ എൻഫീൽഡ് ഏറ്റവും പുതിയതായിട്ട് ഇറക്കിയ ഇൻ്റർസെപ്റ്ററിൻ്റെ ബെയർ 650 എന്ന് പറയുന്ന ഒരു മോഡൽ. ഇൻ്റർസെപ്റ്ററിൻ്റെ സെയിം ലുക്ക് ആൻഡ് ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിന് റോയൽ എൻഫീൽഡ് കൊടുത്തിരിക്കുന്നതെങ്കിൽ പോലും ചെറിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഈ ഒരു വാഹനത്തിന് റോയൽ എൻഫീൽഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ പറയാൻ കഴിയാവുന്നത് ഈ ഒരു വണ്ടിയുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. നാവിഗേഷൻ ഉൾപ്പെടെ റോയൽ എൻഫീൽഡിൻ്റെ മറ്റു പല വണ്ടികളിലും കണ്ടുവന്നിരുന്ന പോലത്തെ തന്നെ നാവിഗേഷൻ ഉൾപ്പെടെ മാപ്പും കാര്യങ്ങളെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാവുന്ന തരത്തിലുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൽ റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുണ്ട്. അതൊന്നും കൂടാതെ ഇൻ്റർസെപ്റ്ററിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വണ്ടിയുടെ ബാക്ക് സൈഡിലെ ഗ്രാബ് റെയിൽ, അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്ന ടെയിൽ ലാമ്പ്, ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻ്റർസെപ്റ്ററിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിൽ ടോട്ടലി വേറൊരു ഡിഫറെൻറ്റ് ഡിസൈനാണ് റോയൽ എൻഫീൽഡ് ഈ ഒരു വാഹനത്തിന് കൊടുക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഹാൻഡിലും റൈഡിംഗ് പോസ്റ്ററും എല്ലാം ഇൻ്റർസെപ്റ്ററിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഡിഫറെൻ്റ് ആണ്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ കളർ തീമിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളും ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ കാണുന്ന യെല്ലോ കളറിലുള്ള ബെയർ 650 ആയിരിക്കും. കാണാനായിട്ട് അത്യാവശ്യം നല്ല ലുക്കും അതുപോലെ തന്നെ സീറ്റിനും കംപ്ലീറ്റ്ലി മൊത്തത്തിലൊരു നല്ലൊരു കളർ തീം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ റോയൽ എൻഫീൽഡ് കൊടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ ഇതിനൊരു ടോപ്പ് എൻഡ് മോഡലും കൂടിയുണ്ട്. ഒരു കഫേ റേസർ സ്റ്റിക്കറിങ്ങും കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ഗ്രേ ബീജ് പോലത്തെ ഒരു ഷെയ്ഡ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കളർ തീമും കൂടി ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആയിട്ട് ഉണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. റോയൽ എൻഫീൽഡിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോഴത്തേക്കും മറ്റു വണ്ടികളിൽ റോയൽ എൻഫീൽഡിൻ്റെ തന്നെ മറ്റു വണ്ടികളിൽ കണ്ടു വന്നിരുന്ന പോലത്തെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലും കണ്ട് ശീലിക്കാനായിട്ട് പോകുന്നത്. ഇത് കൂടാതെ നമ്മൾ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു കാര്യവും കൂടി ഈ ഒരു വാഹനത്തിൽ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൽ വരുന്നത് വളരെ ചെറിയ തരത്തിലുള്ള അത്യാവശ്യം ലൗഡായിട്ടുള്ള ഒരു എക്സോസ്റ്റ് കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഇതൊരു 650cc എഞ്ചിനിൽ വരുന്ന ഒരു സ്ക്രാംബ്ലർ ടൈപ്പ് വെഹിക്കിൾ ആയിട്ട് പോലും ഈ ഒരു വാഹനത്തിന് ടിൻ എക്സോസ്റ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കാതെ ഈ ഒരു വണ്ടിയുടെ ഡിസൈന് ഒത്തുചേർന്ന് പോകാൻ തരത്തിലുള്ള ചെറിയൊരു എക്സോസ്റ്റ് ടിപ്പിലേക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എക്സോസ്റ്റിനെ റോയൽ എൻഫീൽഡ് മാറ്റിയിട്ടുണ്ട്. ഈ കാണുന്ന തരത്തിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സോസ്റ്റ് ഡിസൈനും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ സൗണ്ടും കൂടി നിങ്ങൾ എങ്ങനെയാണെന്നൊന്ന് കേട്ടു നോക്ക്. അപ്പോൾ ഈ ഒരു തരത്തിലാണ് ഈ ഒരു വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇത് കൂടാതെ ഈ ഒരു വാഹനത്തിന് അത്യാവശ്യം ഗ്രിപ്പുള്ള ടയേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെയാണ് റോയൽ എൻഫീൽഡ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു സ്ക്രാംബ്ലർ മോഡൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓഫ് റോഡും പോവേണ്ടി വരും എന്നുള്ള തരത്തിലാണ് ഈ ഒരു വാഹനത്തിന് ആ ഒരു ടൈപ്പ് അത്യാവശ്യം ഗ്രിപ്പുള്ള ടയേഴ്സ് കാര്യങ്ങളെല്ലാം റോയൽ എൻഫീൽഡ് കൊടുക്കാനായിട്ടുള്ള ഒരു റീസൺ. ഈ വാഹനത്തിൻ്റെ സീറ്റിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം വരുന്നത് ഈ കാണുന്ന രീതിയിലാണ്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. റൈഡർക്കും പില്ലിയനും അത്യാവശ്യം നല്ല കംഫർട്ട് കാര്യങ്ങളെല്ലാം ആ ഒരു സീറ്റിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷനും റോയൽ എൻഫീൽഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയുടെ പേര് പോലെ തന്നെ ബെയർ എന്നുള്ള ഒരു ലോഗോ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വണ്ടിയുടെ മുക്കിലും മൂലയിലും ഒക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ബെയർ 650യെ റോയൽ എൻഫീൽഡ് ഇറക്കാനായിട്ട് ചെറിയൊരു ഇൻസ്പിറേഷൻ സ്റ്റോറിയും ഈ ഒരു വാഹനത്തിൻ്റെ പിന്നിലുണ്ട്. ശരിക്കും ആ ഒരൊറ്റ ഫീലിംഗ് ആണ്. ഗട്ട് ഫീലിംഗ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ചില കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്നേക്കാതെ നമുക്ക് ആ ഒരു ഫീൽ വരും. ഞാനിത് ചെയ്യാൻ റെഡിയാണ്. ആ ഒരു ഫീലിനാണ് നമ്മൾ ഗട്ട് ഫീൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗട്ട് ഫീൽ വെച്ചിട്ട് 1960 1960s പീക്ക് ടൈമിൽ USA കാലിഫോർണിയയിൽ ഡെസേർട്ടിലൊരു റേസ് ഉണ്ടായി. അവരതിന് ബിഗ് ബെയർ ആണെന്നാണ് പറഞ്ഞത്. ആ ഡെസേർട്ട് ത്രൂ പല ട്രാക്ക്, പല റിഗ്രസ് ട്രാക്സ്, പല പാറ്റേൺ എല്ലാം റൈഡ് ചെയ്ത് തിരിച്ചു വരുന്നത്. അന്നൊരു 16 വയസ്സുള്ള ഒരു പയ്യൻ ഈ ഒരു ഗട്ട് ഫീൽ വെച്ചിട്ട് ഒരു 500cc റോയൽ എൻഫീൽഡ് ഫ്യൂരി സിംഗിൾ സിലിണ്ടർ എഞ്ചിനുള്ള ഒരു മോട്ടോർ സൈക്കിൾ നമ്മുടെ ഹിസ്റ്ററി നോക്കിയാൽ കാണാം. ആ ഒരു പിക്ചർ അവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സിംഗിൾ സിലിണ്ടർ ഫ്യൂരി എഞ്ചിൻ വെച്ച് അന്ന് ആ ഒരു 16 വയസ്സുകാരൻ സൃഷ്ടിച്ച ഒരു ചരിത്രമുണ്ട്. അതും ഈ ഒരു പ്യുവർ ഗട്ട് ഫീൽ നിന്ന് തന്നെ. അന്ന് ആ ഒരു ബിഗ് ബെയറാണ്. ആ ഒരു 100ഓളം റൈഡേഴ്സ് വന്നതിൽ ആദ്യത്തെ ഒരു റൈഡർ ആയിരുന്നു എഡ്ഡി ബട്ട്ലർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ 500cc ഫ്യൂരി സ്ക്രാംബ്ലറിൽ നിന്ന് ഇൻസ്പയർഡ് ആയിക്കൊണ്ടു അന്നത്തെ ഒരു ബിഗ് ബെയർ റണ്ണിന്റെ ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ട് ഒരു സ്ക്രാംബ്ലർ മൈൻഡ് സെറ്റിൽ വന്നിരിക്കുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് റോയൽ എൻഫീൽഡ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ബെയർ 650. ഫെമിലിയർ ആയ ഫീച്ചേഴ്സ് ആണ്. എന്നാലും അന്നത്തെ ഒരു സ്ക്രാംബ്ലർ മൈൻഡ് സെറ്റിൽ നിന്ന് ആ ഒരു പ്യുവർ ഗട്ട് ഫീൽ വെച്ച് റോയൽ എൻഫീൽഡ് ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ കാര്യങ്ങൾ വെച്ചിട്ട് അധികം ടെക്നിക്കൽ ഫീച്ചേഴ്സും കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും വരാതെ സിമ്പിളായിട്ട് നമുക്ക് റൈഡ് ചെയ്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു സ്ക്രാംബ്ലർ വെർഷൻ. വളരെ സിമ്പിളായ രീതിയിൽ ഒരു മോട്ടോർ സൈക്കിൾ എങ്ങനെയായിരിക്കണം, നല്ല ആ ഒരു പ്യുവർ റോ ആൻഡ് പെർഫോമൻസ് ഫീൽ നമുക്ക് എങ്ങനെ കിട്ടണം, ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് റോയൽ എൻഫീൽഡ് ആ ഒരു ടെക്നോളജിയിൽ നിന്ന് ഇത്രയും 1960s ആ ഒരു സ്റ്റൈലും കാര്യമെല്ലാം ഇൻസ്പയർ ചെയ്ത് നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത്.
അപ്പോൾ ബെയർ 650 എന്ന് പറയുന്ന ഈ ഒരു വാഹനത്തിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം, ഇതിൻ്റെ റൈഡിങ് എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം തുടർന്നുള്ള വീഡിയോയിൽ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. സീ യു.